കേരള പോലീസിനെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഈ സ്വർണ്ണ പാളിക എടുത്തുകൊണ്ടുപോയി മറ്റു ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയല്ലോ. ഉറപ്പല്ലേ സ്വർണ്ണപ്പാളിക നഷ്ടപ്പെട്ടു എന്ന് കോടതിയല്ലേ പറയുന്നത്, ഞങ്ങളാരുമല്ലോ. ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തല്ലേ. അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പന്മാരുടെ വോട്ടിന് വേണ്ടിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് തിരികൊളുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെതിരെ വലിയ രീതിയിലുള്ള മാർച്ചും അതുപോലെ വിവാദങ്ങളും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ തന്നെ ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള മാർച്ചും ഇപ്പോൾ നടത്തുകയുണ്ടായി. ഇപ്പോഴിതാ നമുക്കൊപ്പം ഈ ഒരു വിഷയത്തിൽ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുകയാണ് കോൺഗ്രസ് നേതാവായ ഷജി സാർ. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ്? ഇപ്പൊ ഒരു മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നമുക്ക് ഈ സ്വർണം എവിടെ പോയി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ന്യായമായ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഭക്തന്മാർ. നമുക്കറിയാം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും നന്നായി വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെ നിന്ന് നമുക്കറിയാം കേരളത്തിൽ ഓഡിറ്റ് സംവിധാനം, ഏറ്റവും ശക്തമായ സംവിധാനമുള്ള ഒരു മേഖലയാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. 100 കണക്കിന് ക്ഷേത്രങ്ങളുള്ളതാണ്. അവിടെ ഒരു ഈച്ച അണിയാൽ പോലും അറിയാൻ പറ്റും. അവിടെ ഒരു വസ്തു എടുത്ത് പിന്നെ വസ്തുവിന്റെ ചലനം പോലും അതിനകത്ത് രേഖപ്പെടുത്തി മാത്രമേ, ബുക്ക് ഓഫ് എൻട്രി ഒക്കെ രേഖപ്പെടുത്തി മാത്രമേ അറിയാൻ കഴിയൂ. അപ്പം ഇത്രയും പിന്നെ 98 കാലഘട്ടത്തിൽ പിന്നെ വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണ്ണപ്പാളി അടക്കമുള്ള പാളികൾ നഷ്ടപ്പെട്ടത് വിശ്വസിക്കാൻ കഴിയാത്തൊരെണ്ണമാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ്, അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്, അതുപോലെ സർക്കാരുമാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം അവരാണ്. എന്തായാലും സ്വർണം കാണാനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ദേവസ്വം രേഖകളിലും പറയുന്നുണ്ട്, ഹൈക്കോടതി പോലും സ്വർണം നഷ്ടപ്പെട്ട കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിൽ വിചിത്രമായ വാദം എന്ന് പറയുന്നത് ഈ സ്വർണം പൂശിയ പടികൾ അവിടെയുണ്ട്, മേൽക്കൂര സ്വർണം പൂശിയതാണ്, അതെല്ലാം അവിടെയുണ്ട്. പക്ഷെ ആ പാളിക മാത്രം കാണാതായി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സ്വാഭാവികമായി ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം 2019 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, നിയമങ്ങളെയും അതുപോലെ ചട്ടങ്ങളെയും മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഈ പാളികൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ദേവസ്വം ബോർഡിന് അത് ശബരിമലയിലെ ഒരു വസ്തു പോലും, ഒരു ആർട്ടിക്കിൾ പോലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോഴാണ്, ചട്ടം നിലനിൽക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷം വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇടതുപക്ഷവും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി രണ്ടാമത്തത്, ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വാതിൽപ്പടി എല്ലാം കൊണ്ടുപോയി ജയറാം അടക്കമുള്ള സെലിബ്രിറ്റികളുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? അതായത് പിന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട വാതിൽ മറ്റു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ? നമുക്കറിയാം കുറെ ആചാരങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതിന് ലംഘനമായിട്ടാണോ ഇത് നടന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി ജയറാം അടക്കമുള്ള സിനിമാ താരങ്ങൾ നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങളാണല്ലോ. അദ്ദേഹത്തിന് അറിയില്ല എന്ന് നിഷ്കളങ്കമായി പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് ഭക്തര് പിന്നെ ആരാധിക്കുന്ന വാതിൽപ്പടി എങ്ങനെ ഇത് ഇവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ. സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അപ്പം ഇത് പിന്നെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അറിയാതെ തന്റെ വീട്ടിലെത്തുന്നത്? അല്ലെങ്കിൽ വീട്ടിലെത്തിയ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ തനിക്ക് ദർശനം നടത്താനുള്ള അനുവാദം ദേവസ്വം മന്ത്രിയും ഈ വകുപ്പും തന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായി അന്വേഷിക്കേണ്ടതല്ലേ. അത് ഒരർത്ഥത്തിൽ അത് ബോധ്യപ്പെട്ടാൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അധികാരികളെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു കുറ്റകരമായിട്ടുള്ള വീഴ്ച ജയറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടി കാണിക്കുന്നത്. ഇനി ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇനി കേരള പോലീസിനെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഈ സ്വർണ്ണപ്പാളിക എടുത്തുകൊണ്ടുപോയി മറ്റു ബാംഗ്ലൂരിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയല്ലോ. അത് ഇന്റലിജൻസിന്റെ ഒക്കെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ഇതൊന്നും കേരളത്തിലെ സർക്കാരോ പോലീസോ അറിയുന്നില്ല എന്നുള്ളത് ന്യായമായ ചോദ്യം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ അടിമുടി ദുരൂഹതയാണ്. അവിടത്തെ ഈ പറയുന്നത് പോലെ കല്ലും മുള്ളും ഒക്കെ അയ്യപ്പനും സ്വർണവും പണവും ഒക്കെ പിണറായി ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന വിശ്വാസികളെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ, വിശ്വാസികളെ വിറ്റ് അതിൽ നിന്ന് പണമുണ്ടാക്കുന്ന, എല്ലാത്തിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്ന സർക്കാരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുമ്പ് പിന്നെ പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തി, അതുപോലെ തന്നെ നമുക്കറിയാം ഈ രക്തസാക്ഷിയുടെ ഫണ്ട് പോലും അടിച്ചു മാറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കള്ളത്തനം കാണിക്കുന്നത്, അടിച്ചു മാറ്റുന്നത് CPM-ന്റെ ഒരു സ്ഥിരം തൊഴിലാണെങ്കിലും പരമ്പരാഗത രീതിയാണെങ്കിലും അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഏതറ്റം വരെ പോയി ആരുടെയും ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ പോലും വഞ്ചിക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് പോയി. ഈ ഗവൺമെന്റ് തുടരാൻ ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശവുമില്ല. ദേവസ്വം പ്രസിഡന്റുമാർക്കും ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. അടിയന്തരമായി അദ്ദേഹത്തെ രാജിവെപ്പിച്ചിട്ട് സുതാര്യമായ അന്വേഷണം നടത്തണം. അതുപോലെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഭക്തന്മാരടക്കമുള്ള ആളുകൾക്ക്
ഈ സർക്കാരിനെ തിരുത്താനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അവർ ശക്തമായി പ്രതികരിക്കുമെന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വലിയ ഭക്തനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഭക്തനാകുന്നത്? അതിനകത്തുള്ള പിന്നെ അനാചാരങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് ശബരിമലയുടെ വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചിട്ടാണോ ഭക്തനാകുന്നത്? സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും എടുത്ത തീരുമാനം നമുക്കറിയാം. നവോത്ഥാനം എന്നൊക്കെ പറയുമെങ്കിലും അത് ഒരു കൂട്ടം വരുന്ന ഭക്തരുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നവോത്ഥാനം വേണ്ടെന്നൊന്നും പറയുന്നില്ല. നവോത്ഥാനം വേണമെന്ന് തന്നെ എന്ന വിശ്വാസം, എല്ലാവരുടെ വിശ്വാസം, ഓരോ മതത്തിനും അതാത് വിശ്വാസങ്ങളുണ്ട്. മതങ്ങളെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അത് പിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഒരു ഭക്തനാവാൻ കഴിയുള്ളൂ. അപ്പം ഭക്തൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നതല്ലല്ലോ വിശ്വാസിയും ഭക്തൻ. ഭക്തൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആചാരങ്ങളെയും ന്യായമായിട്ടുള്ള അവരുടെ പിന്നെ ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ് ഭക്തനാവുന്നത്. ഒരു വലിയ സമൂഹം അയ്യപ്പ ഭക്തന്മാർ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതിനെതിരായിട്ടൊരു മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ട് ഞാനാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അയ്യപ്പനെതിരായിട്ടുള്ള നിലപാടല്ലേ അന്ന് സ്വീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് കാപട്യം തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണല്ലോ പങ്കെടുത്തത്. അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ബഹുഭൂരിശ അയ്യപ്പ ഭക്തന്മാരും ഈ സർക്കാരിനെതിരാണ് എന്ന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ ആഗോള സംഗമത്തിൽ ഈ 8 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. ഈ പൈസ എവിടെ നിന്ന് പിരിച്ചു എന്നുകൂടി അതിന്റെ കണക്ക് കാണിക്കാൻ ഒരു ബാധ്യസ്ഥരാണല്ലോ. അത് കണക്കൊക്കെ കാണിക്കുമ്പോൾ സംഭാവന നൽകിയുടെ പേരൊക്കെ പുറത്തു വരുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അത് തന്നെയാണ് ഇപ്പൊ അയ്യപ്പന്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും സേഫ് അല്ല എന്നാണോ ഇപ്പൊ പറയുന്നത്? ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറാൻ. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെന്ന് പോലും ആർക്കും അറിയില്ല. ആരാണ് അയാൾ ഇവിടെ നിന്ന് വരും? അയാളെ കത്ത് കൊടുത്ത് ഈ പറയുന്ന ഈ പോറ്റിയെ വിളിച്ചിട്ട് ഇത് കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന് പറയുമ്പോൾ ആർക്ക് വേണോ എവിടെ നിന്ന് വേണമെങ്കിലും പോയി അവിടെ എന്ത് വേണോ ചെയ്യാമെന്നുള്ളതല്ലേ. ഈ പറയുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഉള്ള സ്ഥലമാണ് ദേവസ്വം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ പോറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി അതിന്റെ സ്വർണ്ണ പാളി എടുത്തുകൊണ്ട് പോയി പിന്നെ ഈ ക്ലാഡിങ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആർക്ക് വേണമോ എന്തുവേണോ ചെയ്യാന്നുള്ളതല്ലേ. അതിനകത്ത് ഒരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതല്ലേ. അപ്പൊ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട അയ്യപ്പൻ പോറ്റി മാത്രമല്ല ഇതിനെ സഹായിക്കുന്ന ദേവസ്വം ബോർഡും പ്രസിഡന്റ് ഒന്നും അറിയാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും അധികാരികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ കൂടി നടപടി ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സ്വർണ്ണപ്പാളി ശരിക്കും മോഷണം പോയി എന്നുള്ള രീതിയിൽ ഉറപ്പല്ലേ? സ്വർണ്ണപ്പാളിയെ നഷ്ടപ്പെട്ടു എന്ന് കോടതിയല്ലേ പറയുന്നത്, ഞങ്ങളാരുമല്ലോ. ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തല്ലേ. ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായി പറയുന്നുണ്ടല്ലോ സ്വർണം കാണാതായി എന്ന് പറയുമ്പോൾ. എങ്ങനെയാണ് സ്വർണം കാണാതായത്? അതിനകത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റും വകുപ്പ് മന്ത്രിയും സർക്കാരും എല്ലാം പിന്നെ ആരാണ് ഉത്തരവാദി? ഇനി അവരല്ലെങ്കിൽ ഇത് കട്ടുകൊണ്ടുപോയ ആളുകളെ കൊണ്ടുവരണം, അന്വേഷിക്കണം. ഇദ്ദേഹമാണ് കട്ടെടുത്തത്, ഇദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ. അല്ലെങ്കിൽ സ്വർണം ആ സ്വർണം കാണിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരില്ലേ. അല്ലെങ്കിൽ സ്വർണം കാണിച്ചാലും മതി. നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർണം അവിടെ ഉണ്ടെങ്കിൽ ആ സ്വർണ്ണപ്പാളിയെ കാണിച്ചാൽ മതിയല്ലോ. സംരക്ഷിക്കുന്നത് എന്തായാലും സർക്കാർ തന്നെയാണല്ലോ. സർക്കാരിനല്ലാതെ മറ്റാർക്കാണ് റോള്? ഇപ്പൊ എന്നെ പോലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാ മനുഷ്യർക്ക് അതിനകത്ത് എന്ത് പങ്കാണുള്ളത്? ഞങ്ങൾക്കാർക്കൊരു പങ്കുപോലും ഇല്ലല്ലോ. നമുക്ക് ദർശനം നടത്തി മടങ്ങുക എന്നുള്ളതല്ലാതെ VIP ട്രീറ്റ്മെന്റ് ഒന്നും നമുക്കില്ലല്ലോ. അതിന് നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു പാവപ്പെട്ടവനും ഇല്ല. സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങളും നടന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അല്ല, ഇത് വർഷങ്ങൾക്ക് ശേഷമല്ല. 2019 തന്നെ ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും 2025 നവംബർ മാസത്തിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ക്ലാഡിങ്ങിന് വേണ്ടി സ്വർണം പൂശാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ളതാണ് കുറ്റകരമായിട്ടുള്ള വീഴ്ച. അങ്ങനെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരമാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ ഞങ്ങൾക്കറിയില്ല, പക്ഷെ ദേവസ്വം ബോർഡിനകത്ത് അറിയാലോ. അതിനകത്തുള്ള രേഖകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണല്ലോ. ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന പോറ്റി എത്രയോ ജയറാം പറയുന്നത് ഞാൻ വലിയ ഭക്തനായതുകൊണ്ട് നിഷ്കളങ്കമായി ആ ദർശനം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യം പോറ്റി എന്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ പാവപ്പെട്ട എത്രയോ ഭക്തന്മാരുണ്ട് മദ്രാസിലും കേരളത്തിലൊക്കെ. എത്രയോ സാധാരണക്കാരെല്ലാ കൃത്യമായി നോമ്പൊക്കെ എടുത്തുകൊണ്ട് കൃത്യമായി പോകുന്ന നിരവധി ഭക്തന്മാരുണ്ട്. പക്ഷെ ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താണ്? പണമാണോ എന്നുള്ളതാണ് ചോദ്യം. പണമുള്ള ഭക്തന്റെ വീട്ടിലേക്ക് ദർശനം നടത്താൻ അനുവാദം കൊടുത്തു. പണമില്ലാത്ത ഒരു പാവപ്പെട്ടന്റെ വീട്ടിലും കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ പണം ഇതിനകത്ത് മാനദണ്ഡമാണ്, പണപ്പിരിമാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ ഈ അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന ഒരു വകുപ്പായി മാറി. ഇത് അയ്യപ്പന്മാരുടെ അവരുടെ നല്ലതിനു വേണ്ടി ശബരിമല ക്ഷേത്രത്തിന്റെ വികസനത്തിനും വേണ്ടിയാണ് ബോർഡും സർക്കാരും പ്രവർത്തിക്കേണ്ടത്. അയ്യപ്പന്മാരുടെ അവരുടെ യാത്രാ സൗകര്യം, പ്രാഥമിക സൗകര്യം, അതുപോലെ ക്ഷേത്രത്തിൽ വരുന്നവർക്കുള്ള സൗകര്യം, അതൊക്കെയാണ് അതിന്റെ വികസനം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ സ്വർണം എടുത്ത് ബാക്കി മുഖ്യമന്ത്രിയും മകളും ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത്. പലപ്പോഴും വിശ്വാസികളെയും അതുപോലെ തന്നെ അയ്യപ്പ സന്നിധിയെയും പലപ്പോഴും അപമാനിക്കുന്ന രീതി തന്നെയാണ് മുഖ്യമന്ത്രി സർക്കാരും കാണിച്ചിട്ടുള്ളത്. അത് തന്നെയല്ലേ വീണ്ടും തുടങ്ങുന്നത്? എപ്പോഴും അത് തന്നെയാണല്ലോ ഞാൻ പറയുന്ന UDF കോൺഗ്രസ് എല്ലാ കാലത്തും പറയുന്ന അതാണ്. ഈ ഭക്തി കാപട്യമാണ്, വിശ്വാസം കാപട്യമാണ്. അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇടതുപക്ഷം നടത്തുന്നത്.
ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പന്മാരുടെ വോട്ടിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു, ക്രൈസ്തവ സംഗമം നടത്താൻ പോകുന്നു, മുസ്ലിം സംഗമം നടത്താൻ പോകുന്നു. ഇതെല്ലാം വോട്ടിന് വേണ്ടിയാണ്. ആരുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി വാദിക്കുന്നവരൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത് പ്രശാന്തിനെ പോലെ ഒരാളെയാണ്. പ്രശാന്തിന്റെ ഹിസ്റ്ററി DNA നമുക്ക് എല്ലാവർക്കും അറിയാം. അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ആര് വേണം തള്ളി പറയും, ആര് വേണം ഒറ്റുകൊടുക്കും, ആര് വേണം വഞ്ചിക്കാൻ തയ്യാറായുള്ള അങ്ങനെ ഒരാളെയാണ് ദേവസ്വം ബോർഡ് പോലെ പരിപാവനമായ പരിശുദ്ധമായ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് കൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്ത ആളാണ്, നമുക്കറിയാവുന്ന ഇതാണല്ലോ. അപ്പം ഈ സ്വന്തം പ്രസ്ഥാനത്തെ ഇത്രയും വളർത്തി വലുതായി എല്ലാം നൽകിയ പ്രസ്ഥാനത്തെ ചതിക്കാനും വഞ്ചിക്കാനും തയ്യാറായിട്ടുള്ള ഒരാളെ അയ്യപ്പന്മാരെ വഞ്ചിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? സ്വാഭാവികമായിട്ടും അയാളുടെ DNA ഉള്ളതാണ്. അങ്ങനെയുള്ള ആളെ പിണറായി അങ്ങനെയുള്ള ആളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് പരസ്പരം അവർ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വിശ്വാസത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? വിശ്വാസികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും? അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തന്നെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അപ്പം അവരിൽ നിന്ന് ഇതിനപ്പുറം വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.